ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മെയിൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് പോക്കോ F3 GT വേഴ്സസ് നമ്മുടെ OnePlus Nord2ൻ്റെ Antutu ബെഞ്ച് മാർക്ക്, ഗീക്ക് ബെഞ്ച് മാർക്ക് ആൻഡ് ഫൈനലി ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ്. കാരണം ഈ Nord2ൻ്റെ എങ്ങും സൈറ്റിലോ ഒഫീഷ്യൽ സൈറ്റിലോ കാര്യങ്ങളിലോ ഒന്നും ഈ Nord2ൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. സോ നമ്മൾ ടച്ച് സാമ്പിളിങ്ങിൻ്റെ ഒരു ടെസ്റ്റുകളാണ് നടത്താം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് Antutu ബെഞ്ച് മാർക്ക്. സോ നമുക്ക് രണ്ടിനും Antutu ബെഞ്ച് മാർക്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ Antutu. സോ രണ്ടും സെയിം വെർഷൻ തന്നെയാണ് ഓപ്പൺ ചെയ്തിരിക്കണേ. ഓക്കെ, സോ ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഇപ്പോൾ കറണ്ട് സ്കോർ നിങ്ങൾ കണ്ടോ? ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ റിവൈസ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഞാനിത് ഹൈപ്പർലാപ്സ് ചെയ്യാൻ പോവാണ്. കറന്റ് സ്ലൈറ്റ്ലി ഹെഡ് നമുക്ക് നോക്കിയാൽ നമ്മുടെ പോക്കോ F3 GT ആണ് ഇപ്പോൾ ലീഡ് കൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ബിഹൈൻഡ് നമ്മുടെ Nord2 ഉണ്ട്. ഓക്കെ, സോ ഗൈസ് രണ്ടിൻ്റെയും GPU ടെസ്റ്റ് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ റാമാണ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഓക്കെ, 248. ഇപ്പോൾ സ്ലൈറ്റ്ലി ഹെഡ് നമ്മൾ പോക്കോ F3 GT ആണ്, ഒരു 2 to 3% ഹെഡ്. ഇപ്പോൾ കറന്റ് രണ്ടും നെക്കിൻ്റെക്കാണ് പോയിക്കൊണ്ടിരിക്കണേ. ഓക്കെ ഓക്കെ, ഇപ്പോൾ 48-52 ഡിഫറൻസ് ആയി. സോ രണ്ടിലും സെയിം ടെസ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ 90 വേഴ്സസ് 120യുടെ ഡിഫറൻസ് പെട്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ ആ ഒരു പേജിലൊക്കെ. ഓക്കെ, ഇത് നെക്സ്റ്റ് ഇട്ട് പോയി. സോ 96% കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതും 96% കഴിഞ്ഞു. ആൻഡ് ഗൈസ്, നമ്മുടെ പോക്കോ F3 GT ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ നോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, ആൻഡ് ഇറ്റ്സ് ഡൺ. നമ്മുടെ രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ വളരെ മിനിമലൈസ്ഡ് ഡിഫറൻസേ ഉള്ളൂ. നമുക്ക് അതൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കാം. സോ ഗൈസ്, നമ്മുടെ പോക്കോ F3 GTയുടെ നമ്മുടെ OnePlus Nord2ൻ്റെ സ്കോർ. സോ നമുക്ക് ഇതിന് 6 lakh ടച്ച് ചെയ്തിട്ടുണ്ട്. ഇത് 5,91,000 ആണ്. ഇനി നമുക്ക് ജസ്റ്റ് CPU സ്കോർസ് നോക്കാം രണ്ടിൻ്റെയും. സോ CPU സ്കോർസ് നോക്കുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമ്മുടെ Nord2വിനാണ്. 1,66,000 ഉണ്ടെങ്കിൽ ഇത് 1,57,000 ഉള്ളൂ. ആൻഡ് മീൻ വൈൽ ഇനി GPU നോക്കുവാണെങ്കിൽ നേരെ തിരിച്ചാണ്. അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട് GPU. കുറച്ച് സെയിം GPU ടു ബി എക്സാക്റ്റ് ആണ് രണ്ടും. ഓക്കെ, ആൻഡ് GPU നോക്കുവാണെങ്കിൽ നമുക്കിത് 2,24,000 വന്നിട്ടുണ്ട്. ജസ്റ്റ് 1,93,000 ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മെമ്മറി നോക്കാം. ഓക്കെ, മെമ്മറി ഓൾമോസ്റ്റ് സെയിം തന്നെയാണെന്ന് പറയാം, വലിയ ഡിഫറൻസ് ഇല്ല. ആൻഡ് ദെൻ UX നോക്കുവാണെങ്കിലും അത് ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്കിനി ടെമ്പറേച്ചർ ഹൈപ്പ് എത്ര എന്നുള്ളത് നോക്കാം രണ്ടിൻ്റെയും. സോ 6.3 ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ Nord2വിന് കൂടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മീൻ വൈൽ ഇത് 5.3 ഡിഗ്രിയാണ് കൂടിയേക്കണേ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മുടെ ഇപ്പോൾ സ്ലൈറ്റ് അഡ്വാൻറ്റേജ് നമുക്ക് ഇതിനുണ്ട്. ദാറ്റ് മീൻസ് നമ്മുടെ പോക്കോ F3 GT. ഇനി ഞാൻ നെക്സ്റ്റ് ഞാൻ കാണിക്കാവുന്ന കാര്യം ദാറ്റ് മീൻസ് ഒരു മേജർ കാര്യമാണ്. ദാറ്റ് മീൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പോക്കോ F3 GTയുടെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 480 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. ആൻഡ് വേഴ്സസ് ഇതിൻ്റെ നമുക്ക് ടച്ച് സാമ്പിളിംഗ് റേറ്റ് അറിയാമല്ലോ കറൻ്റ് ഏത് മൊമെൻറ്റ് വരെ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോവാണ്, രണ്ടിൻ്റെയും ടച്ച് സാമ്പിളിംഗ് റേറ്റ് അറിയാനുള്ളൊരു ടെസ്റ്റ്. സോ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. സോ ഈ ആപ്ലിക്കേഷൻ പ്രത്യേകം നമുക്ക് ടച്ച് സാമ്പിളിംഗ് റേറ്റ് അറിയാൻ പറ്റും. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പോക്കോ F3 GT ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ ടച്ച് സാമ്പിൾ 0. ഇവിടെ നമുക്ക് എക്സാക്റ്റ് ഒരു റേറ്റ് കിട്ടും. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 580 വരെ ടച്ച് ചെയ്യുന്നുണ്ട്. 600 വരുന്നില്ല. സോ
580 ആണ് നമുക്ക് വരുന്നത്. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണിക്കുന്ന ടച്ച് സാമ്പിളിംഗ് റേറ്റ് എത്രയാണ്? മീൻസ് ഇപ്പോൾ നമുക്ക് 580 ആണ് വന്നിരിക്കണേ, 580 ആണ് വന്നിരിക്കുന്നത്. സോ 580 മൈനസ് നമ്മുടെ സ്ക്രീനിൻ്റെ കറണ്ട് റീഫ്രഷ് റേറ്റ്. സോ ഇതിപ്പോൾ സെറ്റ് ചെയ്തേക്കണം 120 അതാണ്. സോ സെറ്റിങ്സ്, ഡിസ്പ്ലേ, റീഫ്രഷ് റേറ്റ് 120 ഹെർട്സ് ആണ്. സോ 580 മൈനസ് 120 ഹെർട്സ് ആണ് ഇതിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ദാറ്റ് മീൻസ് ഒരു 460 ഹെർട്സ്. കമ്പനി ഓൾമോസ്റ്റ് ക്ലെയിം ചെയ്യുന്നത് ഓൾമോസ്റ്റ് ക്ലോസ് ആണ്. 480 ഹെർട്സ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സോ നമുക്ക് 460 ഹെർട്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ കാരണം 580 മൈനസ് 120 ആണ് നമ്മൾ ചെയ്യണേ. ഓക്കെ, സോ ഇനി മീൻ വൈൽ നമ്മുടെ നോഡ് 2 നോക്കാം. സോ നോഡ് 2ൻ്റെ ഞാൻ ഇട്ടേക്കുന്നത് 90 ഹെർട്സ് ആണ്. ഓക്കെ, സോ ഭയങ്കര ലോ ആണ് കേട്ടോ ഗൈസ്. ഒരു 210 അടുത്ത കിട്ടുള്ളൂ എനിക്ക് നോക്കിയിട്ട്. സോറി, ഉണ്ടോ ഒരു 210. ഞാനിത് ഗെയിം മോഡ് അങ്ങനത്തെ പല പല സംഭവങ്ങൾ ഓപ്പൺ ചെയ്തിട്ടും ഈ ഒരു സെക്കൻഡാണ് ദാറ്റ് മീൻസ് കിട്ടുന്നത്. ഉണ്ടോ 210 മാക്സിമം അറ്റ് 210. കൂടുതൽ അറൗണ്ട് 200 തന്നെയാണ് കിട്ടുന്നത്. മറ്റേ ഇടയ്ക്ക് 210 കിട്ടുന്നുണ്ട് മാക്സിമം പോയാലും. സോ അപ്പോൾ ഇതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 210 മൈനസ് 90. സോ നമുക്ക് 120 ആണ് ടച്ച് സാമ്പിൾ. നല്ല ഡിഫറൻസ്. ദാറ്റ് മീൻസ് 460 വേഴ്സസ് 120. ആക്ച്വലി ഞാൻ ഗെയിം കളിച്ചപ്പോഴും എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. ദാറ്റ് മീൻസ് നമ്മൾ ഈ പബ്ജി കളിക്കുന്ന ആ ഒരു സ്മൂത്ത്നെസ് മൂവ്മെൻറ്റ്സും കുറച്ചും കൂടെ ഫാസ്റ്റ് ട്രാൻസാക്ഷൻ. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ Nord2 വേഴ്സസ് നമ്മുടെ F3 Gtയുടെ ഡീറ്റെയിൽഡ് ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ ഒക്കെ ചെയ്ത് തന്നെ. സോ ഗൈസ്, ടച്ച് സാമ്പിളിംഗ് റേറ്റ് നല്ല ഡിഫറൻസ് ഉണ്ട് ഇവർ രണ്ടുപേരും തമ്മിൽ. ദാറ്റ് മീൻസ് ഒരു 460 ഹെർട്സ് വേഴ്സസ് 120 എന്ന് വെച്ചാൽ ഒരു കമ്പാരിസൺ പോലും, സെഗ്മെൻറ്റ് കമ്പാരിസൺ പോലും ഇല്ലാത്ത നെക്സ്റ്റ് ക്ലാസ് ഒരു പെർഫോമൻസ് നമ്മൾ പോക്കോ F3 GT നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ഗെയിമിംഗ് ട്രിഗേഴ്സ് കൊണ്ട് വളരെ അടിപൊളി പെർഫോമൻസ് ആയിരിക്കും നമ്മുടെ ഇതിന് കിട്ടുന്നത്, നമ്മുടെ പോക്കോ F3 GT. സോ ജസ്റ്റ് ഇമ്മേഴ്സീവ് ഗെയിമിങ്സിനകത്താണെങ്കിൽ ജസ്റ്റ് ഇത് നമ്മുടെ ട്രിഗേഴ്സ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. കണ്ടോ, ഇൻസ്റ്റൻറ്റ് ഗെയിം ലോഞ്ച് ചെയ്തു. സോ അടിപൊളിയാണ്. അത് കൂടാതെ നല്ല കൂളിംഗ് സിസ്റ്റം കുറച്ചും കൂടി അഡ്വാൻറ്റേജ്. സോ ഗെയിമേഴ്സ് ആണെങ്കിൽ പ്യുവർലി ഞാൻ റെക്കമെൻഡ് ചെയ്യാം. പ്യുവർലി എന്ന് വെച്ചാൽ പ്യുവർലി റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗെയിം കളിച്ചിട്ട് എനിക്ക് ബാഡ് ഒന്നും അടിച്ചിട്ടില്ല. ദാറ്റ് മീൻസ് ആ ഒരു ഇതിൻ്റെ ടച്ച് സാമ്പിൾ റേറ്റിൻ്റെ കുറവുകൊണ്ട് ബാഡ് ഒന്നും അടിച്ചിരുന്നാലും കുറച്ചും കൂടി നമ്മൾ രണ്ടും കൂടെ സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച്. ദാറ്റ് മീൻസ് ട്രിഗേഴ്സ് ഉണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 3 കാര്യങ്ങൾ. ഒന്ന് ട്രിഗേഴ്സ്, പിന്നെ 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ്, അതോട് കൂടെ തന്നെ ടച്ച് സാമ്പിൾ. ഈ 3 കാര്യം. പിന്നെ അത് മാത്രമല്ല കുറച്ചും കൂടെ നൈസ് കൂളിംഗ് ആണ്. ഇച്ചിരി വാം ആവുന്നുണ്ട്. ഇത് Nord 2 വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ വാം ആവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട്. ജസ്റ്റ് ഒരു 1 മിനിറ്റ് ഞാൻ 2% സ്ഥലം താഴ്ന്നു. ഞാൻ പവർ മോണിറ്റർ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് ഞാൻ സി പി യു പെർഫോമൻസും ടെമ്പറേച്ചറൊക്കെ മോണിറ്റർ ചെയ്താണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഫൈനലി നമുക്ക് നമ്മുടെ ഗീക്ക് ബെഞ്ചുമായിട്ട് പോകാം. സോ ഗൈസ്, ഫൈനലി ടു ദ ഗീക്ക് ബെഞ്ച്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് അത് എത്രമാത്രം ജെനുവിനിറ്റി ഉണ്ടെന്ന് അറിയാൻ പറ്റും. ബട്ട് ഇതിന് നമുക്ക് ഏകദേശം അറൗണ്ട് കിട്ടി. അത് മാത്രമല്ല നമ്മൾ നോർമൽ അത്യാവശ്യം ഒതൻറ്റിക് ഉള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. ദാറ്റ് മീൻസ് അതിനകത്താണ് ടെസ്റ്റ് ചെയ്തത്. സോ ഓൾമോസ്റ്റ് കറക്റ്റാണ്. ബട്ട് നിങ്ങൾ ഇത് തന്നെ പെർഫെക്റ്റ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടും. ദാറ്റ് മീൻസ് ഒരു നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് മെയിൻ ഉദ്ദേശം. രണ്ടും Nord 2 ഒട്ടും ബാഡ് അല്ല ഗെയിമിങ്ങിന്. പിന്നെ ആ ടച്ച് സാമ്പിളിംഗ് റേറ്റിൻ്റെ ഒരു കുറവും കാര്യങ്ങളൊക്കെ കൊണ്ട് ദാറ്റ് മീൻസ് പ്യുവർ ഗെയിമേഴ്സ് ആണെങ്കിൽ അഡ്വാൻറ്റേജ് നമ്മുടെ പോക്കോ F3 GT ആണ്. നോട്ട് ബാഡ്, നോട്ട്. ഓക്കെ, സോ നമുക്ക് ഫൈനലി നമ്മുടെ ഗീക്ക് ബെഞ്ചിട്ട് പോകാം. ഇൻ 3, 2, 1 ആൻഡ് ഗോ. സോ ഗൈസ്, ഞാൻ ഹൈപ്പർ ലാപ്സ് ഇടാം. സോ ഗൈസ്, ഇപ്പോൾ സ്കോർ നോക്കിയാൽ 46, 41 ആക്കി. ദാറ്റ് മീൻസ് നമ്മുടെ Antutu നേരെ തിരിച്ചാണ്. ദാറ്റ് മീൻസ് നമ്മൾ പോക്കോ F3 GT ആണ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ GeekBench 5 നേരെ തിരിച്ച് നമ്മുടെ Nord 2 ആണ് സ്ലൈറ്റ്ലി ആയിട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആയി. ആൻഡ് ബാക്ക് ടു ഹൈപ്പർ ലാപ്സ്. ഓക്കെ, സോ നമ്മുടെ Nord 2 ആണ് ഫസ്റ്റ് ഡൺ ചെയ്തേക്കുന്നത്. 93-ലായിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ആൻഡ് ഡൺ. അപ്ലോഡിങ് റിസൾട്ട്സ്. സോ ഗൈസ്, നമ്മുടെ GeekBench സ്കോർ. സോ നിങ്ങൾ വിചാരിക്കണം നമ്മുടെ പോക്കോ F3 GT ആയിരിക്കും. കാരണം നമ്മുടെ Antutuൽ അവർ കൂടുതലായ കാരണം പോക്കോ F3 GT ആയിരിക്കും കൂടുതൽ. സോ ഇതാണ് നമ്മുടെ Nord 2ൻ്റെ സ്കോർ. 796ഉം 2812ഉം. ആൻഡ് മീൻ വൈൽ നമ്മുടെ പോക്കോ F3 GTക്കാണ് സ്ലൈറ്റ്ലി ലെസ്. 757ഉം 2733 ആണ് സ്കോർ. ആൻഡ് മീൻ വൈൽ രണ്ടിൽ ഞാൻ സെയിം ടു സെയിം സാധനമായിട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കണം. ദാറ്റ് മീൻ വൈൽ അതുപോലെ തന്നെ Antutu ബെഞ്ച് മാർക്കും എക്സാക്റ്റ് സെയിം തന്നെയാണ് ഞാൻ റൺ ചെയ്തിരിക്കണേ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ സ്കോഴ്സ് പോകുന്നത്. 751ഉം 796ഉം. ഓക്കെ,
സോ ഗൈസ് അതാണ് നമ്മുടെ Nord2 വേഴ്സസ് പോക്കോ F3 GTയുടെ സ്കോഴ്സും കാര്യങ്ങളൊക്കെ. സോ ബെഞ്ച് മാർക്കിൽ നിങ്ങൾ അത്രമാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ വേണ്ട. ഞാൻ ഏകദേശം ഒരു ഐഡിയ, ദാറ്റ് മീൻസ് ഇതിൻ്റെ ഗീക്ക് ബെഞ്ചും Antutu പിന്നെ ടച്ച് സാമ്പിൾ റേറ്റിൻ്റെ ഒരു എക്സാക്റ്റ് ഐഡിയ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ മീൻവെൽ നമുക്കിനി ഇതിൻ്റെ ഒരു നമ്മുടെ പോക്കോ F3 GTയുടെ ഒരു റിവ്യൂവും വരുന്നുണ്ട്, നമ്മുടെ Nord2ൻ്റെ റിവ്യൂവും വരുന്നുണ്ട്. സോ ഗൈസ് ഇറ്റ്സ് സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.